നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുത്താലേ നമ്മൾ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് രുദ്രനെ ഒന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ ഒരു കൃഷ്ണനായിട്ട് ഒരുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ തന്നെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുള്ള പാൻ്റാണ് എൻ്റെ ഒരു ഷാള് കൊണ്ട് ഒന്ന് തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ളൊരു പാൻ്റാണ് അവനിട്ട് കൊടുക്കുന്നത്. അതൊന്നും ഇടാനൊന്നും സമ്മതിക്കുന്നൊന്നുമില്ല. ആള് ഭയങ്കര കുറുമ്പാണ്. അപ്പം ഞാൻ ആ പാൻ്റ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടക്കായിട്ട് ക്യാമറയിലോട്ട് നോക്കുവാണ് പുള്ളി. ക്യാമറക്ക് പോസ് കൊടുത്ത് എക്സ്പ്രഷനൊക്കെ ഇട്ടോണ്ടിരിക്കുക. അങ്ങനെ പാൻ്റൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കുവാന്ന് അവൻ കാണിക്കുക. അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ സമ്മതിക്കാഞ്ഞിട്ട് ഞാൻ പിന്നെ ലിപ്സ്റ്റിക്ക് അത് മാറ്റിക്കൊണ്ട് പോയേച്ചും കുറച്ച് കയ്യിലെടുത്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണ്. അപ്പോഴീ നാക്കിങ്ങനെ നീക്കി വെച്ചിട്ടിരിക്കുവാണ്. ഞാൻ സമ്മതിക്കുന്നില്ല. നാക്കകത്തോട്ട് വെക്കടാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാൻ. ഞാനങ്ങ് പറഞ്ഞങ്ങ് നീട്ടണ്ട. ലിപ്സ്റ്റിക്ക് വേണം ആൾക്ക്. അത് പിടിച്ച് മേടിക്കാൻ നോക്കുമോ. അപ്പം ഞാനത് മാറ്റി വെച്ചിട്ട് കുറച്ച് കയ്യിലെടുത്തോണ്ട് വന്നിട്ട് ഇട്ട് കൊടുത്ത്. അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. ആ സാധനം കൈ കൊടുക്കാതെ അവൻ സമ്മതിക്കത്തില്ല. അത് മേത്ത് മൊത്തം ആക്കിക്കളയും. ഞാനത് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പടാന്നിരിക്കുന്നതൊക്കെ തുളച്ച് കളയുവാണ്. അത് കഴിഞ്ഞ് മാലയൊക്കെ എടുക്കാൻ പോയി നിന്ന സമയത്ത് അവിടെ കിടന്ന് സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുക. കട്ടിലേക്ക് കിടന്ന് ഞാൻ മാല എടുത്തോണ്ട് വന്ന് അപ്പോൾ പിന്നെ ഞാൻ പൗഡറിന് പകരമല്ല ഈ മറ്റേ ഇതുണ്ടല്ലോ, നമ്മൾ ഒരു വെള്ള ഡോട്ട് പോലെ ഇല്ലേ പിരികത്തിൻ്റെ മുകളിലായിട്ടാണ് കൃഷ്ണനായിട്ട് വരുന്നത്. അപ്പം ഞാനത് നമ്മുടെ കയ്യിലില്ല. അതൊരു ശിങ്കാർ ടൈപ്പിൽ നമ്മൾ ഈ ലേഡീസ് സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടി ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളുടെ പെട്ടെന്ന് തീരുമാനിച്ചല്ല, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അതില്ലായിരുന്നു. അപ്പം ഞാൻ ഈ പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കിയാണ് ആ വെള്ള ഡോട്ട് ഇടാനായിട്ട് ശരിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പം അത് ഞാൻ ഡോട്ടായിട്ട് അത് ഇട്ട് കൊടുത്തോണ്ടിരിക്കുവാണ്. ഓരോന്നൊക്കെ പറഞ്ഞ് മിഠായി മേടിച്ചു തരാം, ഐസ്ക്രീം മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞൊക്കെ സോപ്പിട്ടാണ് നമ്മളത് എടുത്തോണ്ടിരിക്കുന്നത്. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പിരികം വരക്കാനും പൊട്ട് ഓടാനും ഒന്നും സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് കണ്ണെഴുതാനും പൊട്ട് ഓടാനൊന്നും കൊച്ചിലോട്ട് അവൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കും. ലിപ്സ്റ്റിക്ക് ഇടാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം വരും ലിപ്സ്റ്റിക്കാന്ന് പറഞ്ഞു വരും. അപ്പം ഞാൻ അതൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്തിക്കുട്ടനാണെങ്കിൽ അവനൊരുക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ ഞാൻ നേരത്തെ ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരുക്കിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. എല്ലാവരും പോയൊന്ന് കാണണം കേട്ടോ. ആ മാലയൊക്കെ പിടിക്കാൻ കൈ കൊടുത്തിട്ട് അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിരിക്കുക. അപ്പം ഞാൻ ആ വെള്ള ഡോട്ടിൻ്റെ ഇടക്കായിട്ട് നമ്മൾ ശിങ്കാർ കൊണ്ട് ഇടക്കിടക്ക് റെഡ് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ. അപ്പോൾ അതേ കണ്ട അത് പിടിച്ച് മേടിക്കാൻ വരുന്നു. ഭയങ്കര കുറുമ്പയർക്കൻ. ഒരു വിധത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ ഒപ്പിച്ചൊക്കെയാണ് അത് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വ്യക്തമായിട്ടൊന്നും ഇരിക്കുന്നതൊന്നും നമുക്ക് വ്യക്തമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ ഒറ്റക്ക് തന്നെ എടുക്കുന്നതുകൊണ്ടേ ആരെങ്കിലുമൊക്കെ വീഡിയോ പിടിച്ചു തരാനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് എടുക്കാമായിരുന്നു. ഞാൻ മറ്റേ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്
എടുത്തോണ്ടിരിക്കുന്നത്. അതേ കണ്ട അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോവും. ഞാൻ ആ മാലയും ഇതൊക്കെ എടുക്കാൻ പോകുന്ന സമയത്താണ് എഴുന്നേറ്റ് പോയത്. അയ്യോ, എഴുന്നേപ്പിച്ച് നിർത്തി. മാല ഇടാൻ പോവാണ്. കണ്ട ഒന്നും വ്യക്തമായിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയിലോട്ട് ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. മാല ഇട്ട് കൊടുത്ത് ആദ്യമൊക്കെ അടങ്ങിയൊക്കെ നിൽക്കും. രണ്ടാമത് അപ്പം അടുത്ത മാലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതൊന്നുമല്ലല്ലോ, അതുകൊണ്ട് കിരീടമൊന്നും ഇല്ലായിരുന്നു, മേടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ശക്തിനെ ഒരുക്കാൻ മേടിച്ച കിരീടമൊക്കെ അവിടുത്തെ വീട്ടിൽ പിളുങ്ങുന്നില്ല വീട്ടിലിരിപ്പുണ്ട്. നമ്മളിതിപ്പം പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് പെട്ടെന്നൊരാഗ്രഹം തോന്നിയിട്ട് ചെയ്തേക്കാമെന്ന് ഓർത്ത് ചെയ്തതാണ്. മാലയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം കിരീടത്തിന് പകരം ഞാൻ ഈ പാൻറ്റ് ഞാൻ റെഡിയാക്കി എടുക്കാനെടുത്ത് എൻ്റെ ഷാളിൻ്റെ ആ സൈഡിലായിട്ടൊരു കുഞ്ചനം പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവമാണ് തലയിൽ ഇങ്ങനെ ആ കിരീടത്തിന് പകരമായിട്ട് കെട്ടി വെച്ച് കൊടുക്കാനായിട്ട് നോക്കിയത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതേ പിടിച്ച് വലിക്കും. കണ്ട ഒന്നും വെക്കാൻ സമ്മതിക്കത്തില്ല, ഭയങ്കര കുറുമ്പാണ്. അപ്പോൾ അത് ഊരിയെടുക്കും. അപ്പോൾ അത് അങ്ങനെ പിടിച്ച് വലിച്ചപ്പോൾ അത് ഉടക്കി കഴുത്തിൽ കിടന്ന മാല ഉരുപ്പേണ്ട. അതിന് രണ്ടാമത് ഒരു വിധത്തിലൊക്കെ സോപ്പിട്ടൊക്കെയാണ് രണ്ടാമത് വെക്കുന്നത്. അപ്പോൾ ഒരു വിധത്തിൽ വെച്ചെല്ലാം ഓക്കെ ആക്കി എടുത്ത് നമുക്ക് കുറച്ച് ഫോട്ടോയൊക്കെ കൂടെ എടുക്കാം. നമുക്ക് പുറത്തോട്ട് കൊണ്ടുപോകാൻ കൃഷ്ണൻ ഇങ്ങനെ കാലിയെ മേയിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ ഇവൻ പട്ടിയുടെ പുറകെയായിരുന്നു പുറത്ത് കിടന്നിട്ട്. പട്ടീനെ ചവിട്ടാൻ ചെല്ലുന്നു, അതിനെ ഓടിക്കുന്നു, അതിനെ നോക്കുന്നു അവിടെ കുത്തിയിരുന്നു. അകത്ത് ചെന്ന് അമ്മ മറ്റേ മൈപ്പീൽ മറ്റേ പൂജാമുറിയിൽ എടുത്ത് വെച്ച് കൊടുത്ത് അതും വെപ്പിക്കുന്നില്ല. അപ്പം ആ സാധനം ഒരു പിന്നെയും പോയി. അവിടെ അമ്പായനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് നോക്കണമെന്ന് പറയുമ്പോൾ ടാറ്റയും തന്നുകൊണ്ട് വരിക. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ തന്നെ പോയി കറങ്ങി തിരിഞ്ഞ് പിന്നെ അമ്പായുടെ അടുത്ത് തന്നെ പോയി നിൽക്കും. നോക്കാണ് ഇച്ചിരി പിന്നെ അവിടെ തന്നെ പോയി. അവനാണെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ഈ ദൈവങ്ങളുടെ വിഗ്രഹവും ആ സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് മിനിറ്റിന് അത് തുറന്ന് അതിൻ്റെ അത് നോക്കും. ഈ വിളക്കൊക്കെ കത്തിക്കുമ്പോഴത്തേക്ക് ചന്ദനത്തിരിയൊക്കെ എടുത്തൊടുക്കും. പിന്നെ ഈ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞൊക്കെയാണ് പിടിച്ചിരുത്തിക്കൊണ്ടിരുന്നത്. അപ്പം വെണ്ണ പോലെ ഒരു വാഴയിലയിൽ ഇങ്ങനെ ഐസ്ക്രീം വെച്ച് കൊടുത്തിട്ട് മറ്റേ കണ്ണം വെണ്ണ തിന്നുന്ന പോലെയൊക്കെ പോസ് ചെയ്ത് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അതിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം അത് വാരി തിന്നുകൊണ്ടിരിക്കും ഐസ്ക്രീം. അപ്പോൾ നമുക്ക് അതുപോലെയൊക്കെ തന്നെ വെണ്ണ തിന്നുന്ന കണ്ണനെ പോലെയൊക്കെ ഇട്ട് നേരത്തെ തലയിൽ വെച്ചിട്ട് സ്നാനം മാറ്റി വേറൊരു സാരിയുടെ ഒരു സൈഡിൽ ഇതിൽ ആയിട്ട് കെട്ടി മൈപ്പിൽ വെച്ച് കൊടുത്തിരിക്കും. വരാണ്ട നേരത്തെ വെച്ചിരുന്ന എല്ലാം ഇപ്പം തലയിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു തോന്നിയ ആഗ്രഹത്തിലിങ്ങനെ ശരിയാക്കിയൊക്കെ എടുത്താണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ.